സാഹചര്യം കിട്ടിയില്ല ലാലേട്ടാ. ഇതിൽ കൂടുതൽ ആ വീട്ടിനകത്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടാക്കി തരേണ്ടത്? നിങ്ങൾ 24 മണിക്കൂർ അതിൻ്റെ ഉള്ളിലല്ലേ? അതെ അതെ. ശരി, ഇരിക്കാം. നിവിൻ, എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി? ലാലേട്ട, ഒരു വൻ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 80-20% ക്യാപ്റ്റൻസി ബെറ്ററായെന്ന് തോന്നുന്നു. കാരണം ഇവിടെ പലരും പല ക്യാപ്റ്റന്മാരും തുടങ്ങി വെച്ച പദ്ധതികൾ ഒന്നുകൂടിയിട്ട് പുഷ് ചെയ്തു എന്നല്ലാതെ. പിന്നെ എനിക്ക് തോന്നിയത് അതിലൊരു തുഗ്ലക് പരിഷ്കാരിയാണെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വൻ തലവേദനയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നനഞ്ഞ തുണി, ഉദാഹരണം നമ്മൾ വൈകുന്നേരം നനഞ്ഞ തുണി എടുത്തിടുന്നു, അത് വെയിൽ കൊണ്ട് അതൊന്ന് മൂട്ടിലിങ്ങനെ വെയിൽ അടിച്ചു വരുമ്പോൾ തന്നെ അതിലെടുത്തിട്ട് ഉള്ളിലോട്ട് കൊണ്ട് കയറ്റി വെക്കുന്നു. ബാക്കിയുള്ള തുണിയൊക്കെ അവിടെ കിടപ്പുണ്ട്, വേറെ ആർക്കാരുടെ. എന്നിട്ട് നമ്മളുടെ, അതായത് ഹൗസ് മേറ്റ്സിന്റെ തുണി എടുത്തിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുന്നു പറയുന്നു. അവിടെ ഇപ്പോഴും കാലാകാലങ്ങളായിട്ട് ചിതൽപുറ്റ് അടിച്ച് അവിടെ ഇങ്ങനെ പപ്പങ്ങ ഇങ്ങനെ നമുക്കിങ്ങനെ അടിച്ച് ഇടാൻ പറ്റുന്ന രീതിയിൽ വടിവൊത്ത കുറേ ക്ലോത്തുകൾ അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര ഒരു മോശം പറഞ്ഞു കൊടുത്തിടായിരുന്നു അത് മാറ്റണം എന്നൊക്കെ. അയ്യോ ലാലേട്ട, നമ്മളിവിടെ ഈ വന്നിരിക്കുന്നത് നഴ്സറി കുട്ടികളൊന്നും അല്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വേറൊരു കാര്യങ്ങളേക്ക് വരും. നമ്മൾ എന്തിനാ പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാക്കി തുണിയൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ എന്തൊക്കെയോ വെച്ച് മറച്ചിരുന്നല്ലേ? ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാറിൽ.